ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുണ്ട്, നീ എന്താ നോക്കുന്നത്, അവൾ എന്താ ചോദിക്കുന്നത്, അവരെന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇത് സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓക്സിലറി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് പല രീതിയിലും സെന്റൻസ് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നീ എന്താ എടുക്കുന്നത്, നീ എന്താ എടുക്കുന്നത്. ഇവിടെ എന്താ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ യു ടേക്കിംഗ് അല്ലേ? അപ്പൊ ഈസാറാൻ വരുമ്പോൾ നമ്മൾ വെർബ് ING ഫോമിലാണല്ലോ. അപ്പൊ വാട്ട് എന്നുള്ളത് എന്താണ് എന്നുള്ള WH ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ യു ടേക്കിംഗ്, നീ എന്താണ് എടുക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഞാൻ അവസാനം പറഞ്ഞു തരാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സെന്റൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നീ എന്താണ് വാങ്ങുന്നത്, നീ എന്താണ് വാങ്ങുന്നത്. ഇതിനൊക്കെ വെർബ് നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. നീ എന്താണ് വാങ്ങുന്നത്, വാട്ട് ആർ യു ബൈ, വാട്ട് ആർ യു ബൈ. അവൾ എന്താണ് ചോദിക്കുന്നത്, അവളാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വാട്ട് ഈസ് ഷീ, ആ ചോദിക്കുക ആസ്ക് ആണല്ലോ. അപ്പൊ ആസ്കിങ്. വാട്ട് ഈസ് ഷീ ആസ്കിങ്, വാട്ട് ഈസ് ഷീ ആസ്കിങ്, അവൾ എന്താ ചോദിക്കുന്നത്. അവർ എന്താണ് പഠിക്കുന്നത്, സബ്ജക്റ്റ് മാറി അവരാണ്, പക്ഷെ ഇവിടെ അവരെന്ന് പറയുകയാണെങ്കിലും ആറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വാട്ട് ആർ ദേ സ്റ്റഡിങ്, വാട്ട് ആർ ദേ സ്റ്റഡിങ് അല്ലെ. അതിന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നീ എന്താ എഴുതുന്നത്, വാട്ട് ആർ യു എഴുതുക, റൈറ്റിംഗ്. വാട്ട് ആർ യു റൈറ്റിംഗ്. നീ എന്താ നോക്കുന്നത്, ഇവിടെ പല രീതിയിലും നോക്കുക എന്ന് പറയാറുണ്ട്. ലുക്ക് അറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ഫോണില് അല്ലെങ്കിൽ ഒരു TVയില് അല്ലെങ്കിൽ ഒരു കളി കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ വാട്ട് ആർ യു വാച്ചിങ് എന്ന് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. വാച്ച് ചെയ്യുക, വാട്ട് ആർ യു വാച്ചിങ്. അവൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് ഈസ് ഷീ ഡൂയിങ് അല്ലേ. അവൾ എന്താ ചെയ്യുന്നത്. അവനെന്താ കഴിക്കുന്നത്, അവൻ എന്താ കഴിക്കുന്നത്. ഇവിടെ വെർബ് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവനാണല്ലോ സബ്ജക്റ്റ്. വാട്ട് ഈസ് ഹേ ഈറ്റിംഗ്, വാട്ട് ഈസ് ഹേ ഈറ്റിംഗ്, അവൻ എന്താ കഴിക്കുന്നത്. അവർ എന്താണ് സംസാരിക്കുന്നത്. അപ്പൊ സംസാരിക്കുക എന്നുള്ള വെർബ് നമുക്ക് കിട്ടണം. വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്, വാട്ട് ആർ ദേ ടോക്കിംഗ് അബൌട്ട്, അവർ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നീ എന്താ അന്വേഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ലുക്ക് അറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ലെ. നീ എന്താ നോക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ലുക്ക് അറ്റ് എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ലുക്ക് ഫോർ എന്നാണ്. അപ്പം നീ എന്താ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് വേണം ചോദിക്കാൻ. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ. അവൾ എന്താ വായിക്കുന്നത്, അവൾ എന്താ വായിക്കുന്നത്. വാട്ട് ഈസ് ഷീ റീഡിങ്, വാട്ട് ഈസ് ഷീ റീഡിങ്, അവൾ എന്താ വായിക്കുന്നത്. അവൻ എന്താ കേൾക്കുന്നത് അല്ലെ. അവൻ എന്താ കേൾക്കുന്നത്. അപ്പൊ കേൾക്കുക എന്നുള്ള വെർബ് നമുക്ക് കിട്ടണം. വാട്ട് ഈസ് ഹി ലിസണിങ് ടു, വാട്ട് ഈസ് ഹി ലിസണിങ് ടു. അവിടെ നമ്മൾ ടു എന്ന് ആഡ് ചെയ്ത്. അപ്പൊ ചില വെർബിന്റെ കൂടെ നമ്മൾ ടു, ഫോർ, അറ്റ് എന്നൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അവരെന്താ കളിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് അവരെന്താ കളിക്കുന്നത്. അവരാണ് സബ്ജക്റ്റ്. വാട്ട് ആർ ദേ പ്ലേയിങ്, വാട്ട് ആർ ദേ പ്ലേയിങ്. അപ്പൊ എല്ലാ വെർബിനും നമ്മൾ ING ഫോം മസ്റ്റ് ആണ് അല്ലേ. ഈസാറാൻ വരുന്ന സമയത്ത് ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് അവസാനം പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യില്ലേ കേട്ടോ. ഇനി അവളെന്താ പാചകം ചെയ്യുന്നത്, അവൾ എന്താ പാചകം ചെയ്യുന്നത്. വാട്ട് ഈസ് ഷീ കുക്കിംഗ്, വാട്ട് ഈസ് ഷീ കുക്കിംഗ്. അവൻ എന്താ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോവുക ക്യാരിയിങ് ആണല്ലോ. അവൻ എന്താ കൊണ്ടുപോകുന്നത്. വാട്ട് ഈസ് ഹി ക്യാരിയിങ്, വാട്ട് ഈസ് ഹി ക്യാരിയിങ്. ഇനി അവൾ എന്താ ധരിക്കുന്നത്, അവൾ എന്താ ധരിക്കുന്നത് അല്ലേ. നമ്മളിപ്പം ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രൈഡിനെ ഒരുക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് അവൾ എന്താ ധരിക്കുന്നത്. സാരിയാണോ ലെഹങ്കയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പം അവൾ എന്താ ധരിക്കുന്നത്, ധരിക്കുക വിയർ ആണല്ലോ. അപ്പം വാട്ട് ഈസ് ഷീ വിയറിങ്, വാട്ട് ഈസ് ഷീ വിയറിങ്, അവൾ എന്താ ധരിക്കുന്നത്. അപ്പൊ നമ്മൾ വെർബ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഫോമും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായി നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാം. ഇനി നീ എന്താ തുറക്കുന്നത്. ഒരുപോലെയുള്ള സെന്റൻസ് ആണെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വെർബുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നീ എന്താ തുറക്കുന്നത്, വാട്ട് ആർ യു ഓപ്പണിങ്. അവൻ എന്താ പൂട്ടുന്നത് അല്ലേ. നീ എന്താ തുറക്കുന്നത്, വാട്ട് ആർ യു ഓപ്പണിങ്. വാട്ട് ഈസ് ഹി
ക്ലോസിംഗ്. നീ എന്താ അയക്കുന്നത് അല്ലെ, നീ എന്താ അയക്കുന്നത്? ഇപ്പൊ ഒരു ടെക്സ്റ്റ് ഒക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും നീ എന്താ അയക്കുന്നത്, നീയാണ് വാട്ട് ആർ യു സെൻഡിങ്, വാട്ട് ആർ യു സെൻഡിങ്, നീ എന്താ അയക്കുന്നത്. അവൾ എന്താ തിരയുന്നത് എന്ന് ചോദിക്കുകയാണ്. തിരയുക, അന്വേഷിക്കുക, അതിനൊക്കെ നമുക്ക് ലുക്കിംഗ് ഫോറും യൂസ് ചെയ്യാം, സെർച്ചിങ് ഫോറും യൂസ് ചെയ്യാം കേട്ടോ. വാട്ട് ഈസ് ഷീ സെർച്ചിങ് ഫോർ എന്ന് പറയാം. ഓക്കെ, അവൻ എന്താ കാണിക്കുന്നത് അല്ലെ, അവൻ എന്താ കാണിക്കുന്നത്. വാട്ട് ഈസ് ഹി ഷോയിങ്, വാട്ട് ഈസ് ഹി ഷോയിങ്. അവരെന്താ കൊണ്ടുവരുന്നത്, അവർ എന്താ കൊണ്ടുവരുന്നത്. വാട്ട് ആർ ദേ ബ്രിങ്ങിങ്, വാട്ട് ആർ ദേ ബ്രിങ്ങിങ്, അവർ എന്താ കൊണ്ടുവരുന്നത്. നീ എന്താ ഓർക്കുന്നത്, ഓർക്കുക എന്നുള്ള വെർബ് എന്താണ്, റിമെമ്പർ ആണ് അല്ലെ. അപ്പൊ നീ എന്താ ഓർക്കുന്നത്, വാട്ട് ആർ യു റിമെമ്പറിങ്, വാട്ട് ആർ യു റിമെമ്പറിങ്. അവരെന്താ വിളിക്കുന്നത്, അവരെന്താ വിളിക്കുന്നത്. വാട്ട് ആർ ദേ കോളിംഗ്, വാട്ട് ആർ ദേ കോളിംഗ്. ഇനി അവരെന്താ ഉപയോഗിക്കുന്നത്. വാട്ട് ആർ ദേ യൂസിങ്. നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത്, നിങ്ങൾ എന്താ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്താ തീരുമാനിക്കുന്നത്. വാട്ട് ആർ യു ഡിസൈഡിങ്. അപ്പൊ നമ്മൾ ഒരുപാട് വെർബ് പഠിച്ചല്ലോ, അതിന്റെ ഈസാറാം വരുന്ന രൂപമാണ് ING ഫോം അല്ലെ. അവൻ എന്താണ് വിശദീകരിക്കുന്നത്, വിശദീകരിക്കുക എക്സ്പ്ലെയിൻ എന്നാണ് അല്ലെ. അവൻ എന്താ വിശദീകരിക്കുന്നത്. വാട്ട് ഈസ് ഹി എക്സ്പ്ലെയിനിങ്, വാട്ട് ഈസ് ഹി എക്സ്പ്ലെയിനിങ്. അവൻ എന്താ വിശദീകരിക്കുന്നത്. അവൾ എന്താ വൃത്തിയാക്കുന്നത്, എങ്ങനെ ചോദിക്കുക. വാട്ട് ഈസ് ഷീ ക്ലീനിങ്, വാട്ട് ഈസ് ഷീ ക്ലീനിങ്. അവൻ എന്താ ശരിയാക്കുന്നത് എന്ന് ചോദിക്കാറ്. അപ്പൊ എന്തെങ്കിലും ഒരു പണിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് അവൻ എന്താ ശരിയാക്കുന്നത്. ശരിയാക്കുക ഫിക്സിങ് ആണല്ലേ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അത് ക്ലിയർ ആകാതെ, ഇപ്പം ഒരു ഫോൺ നന്നാക്കാൻ നമ്മൾ ചോദിക്കാറുണ്ട് അവൻ എന്താ ശരിയാക്കുന്നത്. അവിടെ ഫിക്സിങ് എന്നാണ് പറയേണ്ടത്. അപ്പൊ വാട്ട് ഈസ് ഹി ഫിക്സിങ്, വാട്ട് ഈസ് ഹി ഫിക്സ്. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, ഒരുപാട് വെർബുകളുടെ രൂപങ്ങൾ അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് വെർബ് പഠിച്ചു, അതിന്റെ ഫോം പഠിച്ചു. അത് എന്താണ് അവൻ, അവൾ, അവർ, നീ എന്നൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, നീ എന്താണ് ഒളിപ്പിക്കുന്നത്, എങ്ങനെ പറയുക. അപ്പൊ ഒളിപ്പിക്കുക എന്നുള്ള വെർബ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ കൂടെ ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതില്ല. നീ എന്നായത് കൊണ്ട് വാട്ട് ആർ യു, എന്താണ് നമുക്ക് വെർബ് വേണ്ടത്, ഒളിപ്പിക്കുക. നീ എന്താണ് ഒളിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയും. താഴെ കമന്റ് ചെയ്യാട്ടോ. അതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു തരാം. വാട്ട് അല്ലെ, എന്താണ് എന്നുള്ളതിനാണ് വാട്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ. നമ്മൾ ഇവിടെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, കാരണം നീ അല്ലെങ്കിൽ അവൾ, അവൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആമും യൂസ് ചെയ്യാം. അപ്പൊ വാട്ട് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ആം വളരെ കുറവാണ്. അതിനുശേഷം പ്ലസ് എന്താണ്, വെർബ് ING ഫോം. ഈസാറാം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വെർബ് ING ഫോമിലാണ് വരേണ്ടത്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാ വെർബും യൂസ് ചെയ്തിട്ടൊന്ന് നിങ്ങൾ സെന്റൻസ് പ്രാക്ടീസ് ചെയ്യാട്ടോ. ഞാൻ തന്ന സെന്റൻസ് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഒരു വെർബ് എടുക്കുക. ഇനി അവൾ എന്താ ഉറങ്ങുന്നത് എന്ന് ചോദിക്കാം. അവനെന്താ മടക്കുന്നത്, അവനെന്താ കയറുന്നത്, അവനെന്താ ഇറങ്ങുന്നത്, അവനെന്താ നോക്കുന്നത്, പലതും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, വാട്ട് പ്ലസ് ഈസ് ഓർ ഓർ ആർ പ്ലസ് വെർബ് ING ഫോം, ഇതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. മാത്രമല്ല ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ കാണാനായിട്ട് നമ്മളെ മുമ്പത്തെ വീഡിയോസുകളൊക്കെ കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.